നമ്മൾ അത്യാവശ്യത്തിന് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ പണം കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിലോ നമ്മൾ വിചാരിച്ചെന്തെങ്കിലും നമ്മൾ ചെക്ക് വാങ്ങിക്കും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഇനി കാശ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. പണം അവസാനം തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെക്കോ പ്രോമിസറി നോട്ടൊക്കെ വാങ്ങിച്ചു വെക്കും. തരാതെ വരുമ്പോൾ നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കും. പക്ഷെ ഇപ്പോൾ കോടതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് 20,000 രൂപയിൽ കൂടുതൽ നമ്മൾ പണം ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല. ഡിജിറ്റലൈസ്ഡ് മാർഗം നോക്കണം. അതായത് ബാങ്ക് ട്രാൻസ്ഫറോ UPI അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ അതുവഴിയൊക്കെ കൊടുക്കാവൂ. സ്വർണം അല്ലെങ്കിൽ വസ്തു ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. 2 ലക്ഷം രൂപയിൽ കൂടുതൽ ബൈ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. അതും ബാങ്ക് ട്രാൻസ്ഫർ വഴിയേ കൊടുക്കാൻ പാടുള്ളൂ. ബാങ്ക് ട്രാൻസാക്ഷൻ വഴി കൊടുക്കാതെ നമ്മൾ കോടതി പോയി ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ കോടതി പറയും അത് ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് അല്ല, നിയമപരമായി വാങ്ങിയെടുക്കാവുന്ന ഒരു കടമല്ലാത്തതുകൊണ്ട് കോടതിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നത്. പക്ഷെ നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുക്കുകയാണ്. അതായത് എന്റെ മോന് സുഖമില്ലാതെ വന്നു, ഓപ്പറേഷൻ വേണം, ആക്സിഡന്റ് പറ്റി, അപ്പൊ അതിനൊരു 4 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഇന്റർനെറ്റ് ബാങ്കിങ്ങോ മറ്റൊന്നും നോക്കാൻ പോകില്ല, കയ്യിലുണ്ടെങ്കിൽ എടുത്തങ്ങ് കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാലിഡ് റീസൺ നമ്മൾ ഡയറക്റ്റ് കൊടുക്കാനുള്ള ഒരു അതിശക്തമായ ഒരു റീസൺ ഉണ്ടെങ്കിൽ കോടതി അത് ചിലപ്പോൾ കണക്കാക്കിയേക്കാം. എന്നാൽ അതൊരു റിസ്ക് ആണ്. അതിനുവേണ്ടി കാത്തു നിൽക്കാതെ എന്തെങ്കിലും പണം ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ബാങ്കിങ് ട്രാൻസാക്ഷനിലൂടെ മാത്രം നടത്തുക. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിലല്ല, പാൻ കാർഡ് വഴി